നമസ്കാരം. പശ്ചിമേഷ്യ ശാന്തമാകുന്നു എന്ന റിപ്പോർട്ടുകൾ. ദീർഘനാളത്തെ സംഘർഷങ്ങൾക്കൊടുവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ സാധ്യതയെന്നാണ് പ്രതീക്ഷയുണർത്തുന്ന വാർത്തകൾ വരുന്നത്. നയതന്ത്ര ചർച്ചകൾക്കാണ് വഴിതെളിയുന്നത്. ഔദ്യോഗികമായി ഇറാൻ സർക്കാർ ഈ വാർത്തകൾ തള്ളിക്കളയുന്നുണ്ടെങ്കിലും തിരശ്ശീലയ്ക്ക് പിന്നിൽ നിർണായക നീക്കങ്ങൾ നടക്കുന്നതായാണ് റിപ്പോർട്ട്. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ ആഴ്ച പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് ഇറാൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അമേരിക്കയുമായി ഔദ്യോഗിക ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന വാർത്തകളെ ഇറാൻ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം വാർത്തകൾ അന്താരാഷ്ട്ര എണ്ണ വിപണിയെയും ഓഹരി വിപണികളെയും കൃത്രിമമായി സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ മാത്രമാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിഫാഫ് വ്യക്തമാക്കി. എന്നാൽ പുറത്തുവരുന്ന പല റിപ്പോർട്ടുകളും ഖാലിഫാഫ് തന്നെയാണ് ഈ ചർച്ചകളിൽ ഇറാന്റെ പ്രധാന പ്രതിനിധിയായി പങ്കെടുക്കുന്നതെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഈ വൈരുദ്ധ്യം ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെയും നയതന്ത്ര രഹസ്യ സ്വഭാവത്തിന്റെയും സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. മറുഭാഗത്ത് ചർച്ചകൾ സജീവമാണെന്ന് ഉറച്ച നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ വിശ്വസ്തരായ സ്റ്റീവ് വിറ്റ്കോഫ്, ജരീദ് ഖഷ്നർ എന്നിവർ ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ട്രംപ് അവകാശപ്പെട്ടു. ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് സൂചിപ്പിക്കുമ്പോഴും വരും ദിവസങ്ങളിൽ കൃത്യമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സൈനിക നടപടികൾ തുടരുമെന്ന കടുത്ത മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. സമാധാന ശ്രമങ്ങൾക്കിടയിലും സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുന്ന രീതിയാണ് US സ്വീകരിക്കുന്നത്. ഈ നിർണായക ചർച്ചകളിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലും ശ്രദ്ധേയമാണ്. US-നും ഇറാനും ഇടയിൽ സമാധാന ചർച്ചകൾക്ക് വേദിയൊരുക്കാൻ പാകിസ്ഥാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പാക് സായുധ സേനാ മേധാവി അസീം മുനീറുമായി ട്രംപ് നേരിട്ട് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. പാകിസ്ഥാനെ കൂടാതെ ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളും ഇരുപക്ഷത്തിനുമിടയിൽ സന്ദേശങ്ങൾ കൈമാറുന്ന ദൂതന്മാരായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളുടെ ഇടപെടൽ ചർച്ചകൾക്ക് ഒരു പ്രാദേശിക പിന്തുണയും ഉറപ്പാക്കുന്നു. എങ്കിലും ഈ ചർച്ചകളുടെ ഭാവിയിൽ ഇസ്രായേൽ വലിയ സംശയമാണ് പ്രകടിപ്പിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നതുൾപ്പെടെയുള്ള അമേരിക്കയുടെ കർശനമായ വ്യവസ്ഥകൾ ഇറാൻ അംഗീകരിക്കാൻ ഇടയില്ല എന്നാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ. മുൻപ് നടന്ന ചർച്ചകൾക്കിടയിലും ആക്രമണങ്ങൾ ഉണ്ടായ ചരിത്രം ഇറാന്റെ വിശ്വാസ്യതയെ ബാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ നിലവിലെ നയതന്ത്ര നീക്കങ്ങൾ ഒരു ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കുമോ അതോ പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഇസ്രായേലും US-ഉം ചേർന്ന് ഇറാനിൽ നടത്തിയ മിന്നലാക്രമണം യുദ്ധത്തിലേക്ക് വഴിവെച്ചത്. എന്തായാലും അത് വലിയ രീതിയിൽ പശ്ചിമേഷ്യയിലെ സമാധാനം തകർത്തിരുന്നു. ലോകമെമ്പാടും എണ്ണ വിപണിയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയായിരുന്നു ഫെബ്രുവരി 28-ലെ അപ്രതീക്ഷിത നീക്കം. ഈ പശ്ചാത്തലത്തിൽ വീണ്ടും ചർച്ചയ്ക്കിരിക്കാൻ ഇറാൻ എത്രത്തോളം തയ്യാറാകും എന്നത് കണ്ടറിയണം. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യ, തുർക്കി, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുമായും ആശയവിനിമയം നടത്തിയിരുന്നു. ഏതായാലും ഈ ഘട്ടത്തിൽ തന്നെയാണ് ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവി IRGC മുൻ കമാൻഡർ മുഹമ്മദ് ഖാബിർ സ്ഥാനം ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ വധിച്ച അലി ലാരിജാനിയുടെ പിൻഗാമിയായാണ് നിയമനം. ഇറാന്റെ പ്രതിരോധ നീക്കങ്ങളും നയതന്ത്ര ചർച്ചകളും ദുൽഖദറിന്റെ നിലപാടുകൾ എന്തായാലും നിർണായകമാകും. എന്നാലും പശ്ചിമേഷ്യയിൽ നിന്നും ഇന്ന് വരുന്ന ആദ്യ റിപ്പോർട്ടുകൾ അത് കുറച്ച് സമാധാനം നൽകുന്ന വാർത്തകൾ തന്നെയാണ്.